നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ ശ്രുതിയും മീരയും കൂടെ എങ്ങനെയെങ്കിലും സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു. പക്ഷെ അതെങ്ങനെ? സച്ചിയെ എങ്ങനെയെങ്കിലും മദ്യപിപ്പിക്കണം. സച്ചി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഫോൺ അടിച്ചു മാറ്റാൻ എളുപ്പമാണ്. ആ സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. വർഷയും രേവതിയും കൂടെ ആഹാരം കഴിക്കാൻ പോകാൻ തുടങ്ങണം. ആ സമയത്ത് വർഷ രേവതിയോട് പറഞ്ഞു, അല്ല അവരെ വിളിക്കണ്ടെന്ന് ചോദിച്ചു. അതെ, സച്ചിയേണ്ണെ വിളിക്കണം. സച്ചിയേണ്ണാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്, പോയി വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് മീര പറഞ്ഞു, പണിയായല്ലോ ശ്രുതി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് ചെല്ല്. നീ അവിടെ ചെന്ന് അവരെ എങ്ങനെയെങ്കിലും ആ ടേബിളിന് ചുറ്റും ഒന്ന് പിടിച്ചെടുത്ത്. ഇപ്പം സച്ചിയെ വിളിക്കാണ്ട് രേവതി പോയ പ്രശ്നമോ? അതെന്താ എടി, രേവതി പോയി സച്ചിനെ വിളിച്ചിട്ട് വന്നാൽ പിന്നെ സച്ചി അവിടെ കുടിക്കുവോ? ഇല്ലല്ലോ. സച്ചി എങ്ങനെയെങ്കിലും അവിടെ ഇരുന്ന് കുറച്ച് മദ്യപിക്കട്ടെ, എങ്കിലല്ലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കോളെന്ന് പറഞ്ഞു. ഓ, അത് ശരിയാ. പെട്ടെന്ന് തന്നെ മീര വർഷയുടെ രേവതിയുടെ അടുത്തേക്കുന്നു. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? അതെ, സച്ചിയേണ്ണയൊക്കെ പോയി വിളിച്ചോണ്ട് തന്നെ ആഹാരം കഴിക്കാനായിട്ട്. അയ്യോ അതെ, സച്ചിയേണ്ണൊക്കെ അവിടെ ഭയങ്കര തിരക്കിലോ? അതെ, അഭിലാഷ് സാറുമായിട്ട് അവർ ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കുക. ശ്രുതിയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അവരെ വിളിക്കുന്ന മോശമല്ലെന്ന് ചോദിച്ചു. ഈ സമയത്ത് എന്നാലും ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്ത് അവരെ വിളിച്ചില്ലെങ്കിൽ അവര് കഴിച്ചോളും. നിങ്ങൾ കഴിക്കു വന്നിരുന്ന് നിങ്ങൾക്കുള്ള ആഹാരം ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ സമയത്ത് അവരെ വിളിച്ചോണ്ടിരുന്ന മാനേഴ്സ് അല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വർഷ പറഞ്ഞു, അല്ല അത് പിന്നെ ഒന്നുമില്ല വർഷേ, ഇരിക്കെ, നിങ്ങൾ കഴിക്കാനുള്ള ആഹാരം ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവരാം, അവര് പിന്നെ കഴിച്ചോളും, ഇച്ചിരി കഴിയുമ്പോൾ അവര് വന്നോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വർഷയും രേവതിയെ മീര പിടിച്ചുകൊണ്ട് ടേബിളെ വീണ്ടും ഇരുത്തുകയാണ്. എന്നിട്ട് ആഹാരം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മീര അങ്ങോട്ടേക്ക് പോയി. ഈ സമയം സച്ചിക്കാണ് ആകെപ്പാടെ ഭ്രാന്ത. എല്ലാവരും മദ്യപിച്ചോണ്ടിരിക്കുക, സച്ചി മാത്രം ഇങ്ങനെ മാറിയിരിക്കുക. അച്ഛന് വാക്ക് കൊടുത്ത് താൻ മദ്യപിക്കില്ലാന്ന്. പോരാത്തേന് രേവതി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കരുതെന്ന്. അതൊക്കെ ഓർത്തപ്പോൾ സച്ചിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോഴേക്കും ആനന്ദ് വീണ്ടും കുടിച്ചിട്ട് അങ്ങോട്ട് വരുവാണ്. കുടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ സച്ചി, എനിക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. സച്ചിക്ക് ദേഷ്യമായി. ഇവൻ വന്ന തലയ്ക്ക് ഭ്രാന്ത. ഒന്നാമത്തെ കാര്യം, അവൻ മദ്യപിച്ചിട്ടിരിക്കുക. അവനെന്താ പറയണമെന്ന് അവന് പോലും ഒരു ബോധമില്ല. തന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്താ ചെയ്യണ്ടേ? സച്ചിക്ക് ആ പട ഭ്രാന്തായി. അപ്പോഴേക്കും മദ്യമായിട്ട് അവിടുത്തെ വെയിറ്റർ വരുവാണ്. അങ്ങനെ അതും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി അതിൻ്റെ അകത്തുനിന്ന് ഒരു പെഗങ്ങ് എടുത്ത് കുടിക്കുകയാണ്. രണ്ടാമത് വീണ്ടും എടുത്തു, മൂന്നാമത് വീണ്ടും എടുത്തു. സച്ചിക്കാണ് നല്ല ദേഷ്യ സങ്കടം ഉണ്ടായിരുന്നു. കാരണം താനാണ് ഇവിടെ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഓരോരുത്തന്മാർ ഓരോന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. സച്ചി പച്ചവെള്ളം കുടിച്ചാലും മറ്റുള്ളവർ വിചാരിക്കുന്ന സച്ചി മദ്യപിക്കുന്നതാ. പിന്നെന്താ തനിക്ക് മദ്യപിച്ചാല് എന്നൊരു ചിന്തയായിരുന്നു സച്ചിക്ക്. അങ്ങനെ സച്ചി 3 പെഗങ്ങട് കഴിച്ചു. ഇത് ശ്രുതി കണ്ടു. ഔ, രക്ഷപ്പെട്ടു. സച്ചി അങ്ങനെ മദ്യം കുടിച്ചു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ കൈക്കലാക്കാം എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ശ്രുതി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സച്ചി ആനന്ദിനോട് പറഞ്ഞു, നിനക്കെന്താ സംശയം? നിന്റെ സംശയങ്ങളൊക്കെ നീ ചോദിക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, എനിക്ക് സംശയങ്ങളൊന്നുമില്ല. സച്ചി മദ്യപിച്ചോന്ന് ചോദിച്ചു. അതെ, ഞാൻ മദ്യപിച്ചെന്ന് പറയാണ്. നീ മുമ്പേ എന്തൊക്കെയോ പറയുന്ന കേട്ടായിരുന്നല്ലോ എന്നോട്. അത് പിന്നെ ഒന്നുമില്ല സച്ചി, നിന്റെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തരാന്ന് പറഞ്ഞോണ്ട് സച്ചി 2-3 കൂടെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഒടുവിൽ ആനന്ദ് പറഞ്ഞു, അയ്യോ സച്ചി, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞോണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. സച്ചി പിന്നീട് നേരെ ശ്രീകാന്തിന്റെ സുധിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയം ശ്രീകാന്ത് ചോദിച്ചു, നീ മദ്യപിച്ചോന്ന് ചോദിച്ചു. ഞാൻ മദ്യപിച്ചു, 3 അടിച്ചു പറഞ്ഞു. ആഹാ, കൊള്ളാലോ, അപ്പം നമ്മളെല്ലാം ഒരേപോലെ ആയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്പരം കൈ കൊടുക്കുകയാണ്. ആ സമയം അഭിലാഷ് സാർ ചോദിച്ചു, അല്ല നിങ്ങൾ മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാതെ മാറിയിരുന്നാ സാറേ, പക്ഷെ എങ്കില് ഇവരൊക്കെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ മദ്യപിക്കാതിരിക്കാൻ പറ്റുമോ? സാറിനെ പോലെ വലിയൊരു ബിസിനസ്മാന്റെ മുന്നില് നമ്മൾ മദ്യപിച്ചില്ലെങ്കിൽ അത് മോശമല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അയാളോട് സംസാരിക്കുകയാണ്. അതേ സമയത്ത് വർഷയ്ക്കും രേവതിക്കുള്ള ആഹാരം കൊണ്ടേ മീര കൊടുത്തു. എന്നിട്ട് കഴിക്കാൻ പറയാണ്. ആ സമയത്ത് ഭയങ്കര ടെൻഷൻ രേവതിക്ക്. രേവതി കഴിക്കാതിരിക്കുമ്പോഴത്തേനും മീര പറഞ്ഞു, എന്താ കഴിക്കാതിരിക്കുന്നത്? കഴിക്ക് രേവതി. അല്ല സച്ചിയേട്ടൻ, സച്ചി വന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്നേഹം കണ്ടുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. എന്തൊരു സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ. ശരിക്കും എനിക്ക് നിങ്ങളോട് അസൂയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു, അതെന്തിനാ? അല്ല, അത്ര മാത്രമല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നേ. നിങ്ങളുടെ സ്നേഹം കണ്ടുപഠിക്കേണ്ട. ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. ഒരാൾ കഴിച്ചില്ലെങ്കിൽ ഒരാൾ കഴിക്കത്തില്ല. അത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, രേവതിയേച്ചി കഴിക്കാനൊക്കെ പറയണം. അങ്ങനെ രേവതിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക. ആ സമയം വർഷ ചോദിച്ചു, അല്ല രേവതിയേച്ചിക്ക് എന്താ
കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സച്ചിയേട്ടൻ വരാത്തോണ്ട്? അത് പിന്നെ അങ്ങനെ ചോദിച്ചാല് സച്ചിയേട്ടൻ അവരൊക്കെ കമ്പനി കൂടുമായിരിക്കും. സച്ചിയേട്ടൻ അങ്ങനെ മദ്യപിക്കില്ല. അച്ഛന് വാക്ക് കൊടുത്ത ആ ഒരു ആത്മവിശ്വാസം രേവതിക്കുണ്ടായിരുന്നു. ഇതേ സമയത്ത് അഭിലാഷ് സാറും സച്ചിയും സുധി ശ്രീകാന്തും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അങ്ങനെ അവർ ആഘോഷിക്കുകയാണ്. ആ സമയത്ത് സച്ചി ഒരു പാട്ടൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അഭിലാഷ് സാറോട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിയോട് ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഫാനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. അദ്ദേഹത്തിന്റെ വരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിലാഷ് സാറോട് എനിക്കും ഇഷ്ടമുള്ള കാര്യം. ആഹാ, അപ്പം നമ്മള് ഒരേ വേവിലെന്തുള്ളവരല്ലേന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ഒരു പാട്ട് പാടുവാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ അതിന്റെ ബാക്കി പാടി. അങ്ങനെ അവരെല്ലാരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് താളത്തിൽ കൊട്ടിയും പാടിയൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. എല്ലാവരും കൂടെ സന്തോഷിച്ച് അങ്ങനെ ആട്ടവും പാട്ടും ഇട്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് വരുന്നേ. മീരയോട് ശ്രുതി പറഞ്ഞു, അത് എങ്ങനെയെങ്കിലും നീ ആ ഫോണൊന്ന് അടിച്ചു മാറ്റാൻ നോക്കാൻ പറഞ്ഞു. ആ സമയം മീര ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അവരെ ഡാൻസ് പാട്ടും കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് മീര അങ്ങോട്ട് ഒന്ന് സച്ചിയോട് പറഞ്ഞു, സച്ചി ആ ഫോൺ ഇങ്ങോട്ട് താട്ട്, ഞാൻ വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് വാങ്ങി. പിന്നീട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ശ്രുതി അതിനകത്ത് വീഡിയോ നോക്കുകയാണ്. ആ സമയത്ത് മീര തന്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പാട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ സച്ചി വന്ന് നോക്കിയപ്പോൾ ശ്രുതിയുടെ കയ്യുടെ ഫോണ്, എന്റെ ഫോൺ എന്തിനാ നീ വെച്ചോണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോഴേക്കും മീര ശ്രുതിയോട് ചോദിച്ചു, എന്താ വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. എങ്ങനെ കിട്ടാനാ, ആ വീഡിയോ കയ്യിലെടുത്ത് പിടിച്ച സമയത്താണ് ആ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഓ, നിന്റെ ഒരു കാര്യം പറഞ്ഞാലെന്നും പറഞ്ഞുകൊണ്ട് മീര ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ മദ്യപിച്ച് നന്നായിട്ട് എല്ലാവർക്കും തലയ്ക്ക് പിടിച്ചു. ഈ സമയത്ത് അഭിലാഷ് സാറ് പറഞ്ഞു, എനിക്ക് എപ്പോഴും സത്യസന്ധരായിട്ടുള്ളവരെ ഇഷ്ടം. കണ്ടില്ലേ, നമ്മൾ രണ്ടും ഒരേ വേവിലെന്തുള്ളവരാ, കള്ളം പറയില്ല. സച്ചിനെ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമം. സച്ചി അവിടെ ഇരുന്നു, ആ കസേരയിൽ ഇരിക്കുവാണ്. എന്നിട്ട് ഒരു സാറേ ശരിയൊക്കെ തന്നെയാ, പക്ഷേങ്കിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? അതെ, ഞാൻ സാറിനോട് കള്ളത്തരം പറഞ്ഞു പറഞ്ഞു. പെട്ടെന്ന് ശ്രുതിയും ഞെട്ടിപ്പോയി. അതെ, ഞാൻ കള്ളത്തരം പറഞ്ഞു പറഞ്ഞു. എന്താ സച്ചി പറയണെന്ന് ചോദിച്ചു. അതെ സാറേ, സാറിനോട് കള്ളത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. സാറ് നേരായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. നേരെ വാ നേരെ പോവാന്നുള്ള സ്വഭാവക്കാരനാണ്. പക്ഷേങ്കില് ഞങ്ങൾ സാറിനോട് ചതിയ ചെയ്തേന്ന് പറഞ്ഞു. സച്ചി കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ഞാൻ സാറിനോട് കള്ളത്തരം പറഞ്ഞു. എനിക്ക് 50 കാറൊന്നും ഇല്ല സാറേ, വെറും 2 കാർ മാത്രം. അതിനകത്ത് സിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീകാന്ത് ശ്രുതിയൊക്കെ അമ്പരന്ന് പോവുകയാണ്. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശ്രുതിയൊക്കെ. എല്ലാം തീർന്നു, ഇന്റർനാഷണൽ ഡീലർഷിപ്പ് കിട്ടിയതാ, എല്ലാം കുളവായി, ഇനി കിട്ടാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, സാറേ ഇവൻ മദ്യപിച്ചിട്ട് പറയണ. അത് കേട്ടപ്പോൾ അഭിലാഷ് സാർ പറഞ്ഞു, നീ മിണ്ടാതിരിക്കും ശ്രുതി, ഞാൻ സംസാരിക്കട്ടെ സച്ചിയോടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് മാത്രമല്ല, ഈ നിൽക്കുന്ന ശ്രീകാന്ത് ഉണ്ടല്ലോ എൻ്റെ അനുജന്, അവന് സ്വന്തമായിട്ട് ഹോട്ടലൊന്നും ഇല്ല, അവന് ഷെഫായിട്ട് ജോലി ചെയ്യുക. പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ലേ, ഭാര്യയ്ക്ക് പൂന്തോട്ടമൊന്നും ഇല്ലാന്നേ, ഭാര്യ ഒരു ചെറിയൊരു പൂക്കട നടത്തുക, വീടാന്നും പൂവെ കൊണ്ടേ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചി ഉള്ള സത്യാവസ്ഥകളൊക്കെ മൊത്തം പറയാം. പിന്നീട് പറഞ്ഞു, ഞങ്ങൾ ഈ വേഷം കെട്ടിയത് എന്തിനാണെന്നറിയാവോ, എൻ്റെ ചേട്ടൻ സുധി ഉണ്ടല്ലോ, അവൻ കുറേ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അവൻ ബിസിനസ് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വേണമെന്ന്. അവന് കുഞ്ഞുനാളിലെ മുതൽ വലിയ ആഗ്രഹം ഒരു ബിസിനസ്മാൻ ആവണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ വേഷം കെട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളൊരു അമ്പരപ്പോടുകൂടി സച്ചിനെ നോക്കുവാണ്. ആ സമയം സച്ചിയോട്, സാറേ ഈ ഞങ്ങളെല്ലാവരും ഈ കള്ളത്തരം കാണിച്ച അവനെയും ബിസിനസ് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ എൻ്റെ ചേട്ടന്, അത് കൊടുക്കണം സാറേ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. ശ്രുതി ദേഷ്യപ്പെട്ട് ശ്രുതിയെ നോക്കുവാണ്. അപ്പോഴേക്കും അഭിലാഷ് സാർ പറഞ്ഞു, സച്ചിയുടെ ഈ സത്യസന്ധത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സച്ചിയുടെ സ്ഥാനം താനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. എനിക്കറിയാം, സച്ചിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സച്ചി ഒരു സത്യസന്ധനാന്നുള്ള കാര്യം. എന്താണെങ്കിലും ഈ പറയാൻ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശ്രുതിയോട് ദൈവമേ പോയോന്ന് ചോദിക്കുകയാണ്. എല്ലാം മിണ്ടരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അഭിലാഷ് സാറ് പറഞ്ഞു, സച്ചി എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേട്ടൻ എങ്ങനെ ഡീലർഷിപ്പ് കൊടുക്കണം, അത് പ്രതീക്ഷയാന്ന് പറഞ്ഞു. അത് കേട്ടതും അഭിലാഷ് സാറ് പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ കള്ളത്തരം പറയാനുണ്ട്. കാരണം ബിസിനസ്മാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും.
ഇങ്ങനെ ഡീലർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കുടുംബം മൊത്തം ഒരാളോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. ഈ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും അയാളോടൊപ്പം നിന്നു. പക്ഷെ ഈ ഡീലർഷിപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് സുധി ഞെട്ടിപ്പോയി. തനിക്ക് കിട്ടത്തില്ല എന്ന് ഓർത്തു. ഇതെന്താണ്, ഞാൻ സുധിക്ക് തന്നെ കൊടുക്കുക. അത് സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അല്ല. പക്ഷേങ്കിൽ സച്ചിയുടെ സത്യസന്ധത കൊണ്ട്, സച്ചി കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞില്ലേ, ആ സത്യസന്ധത കൊണ്ടാണ് ഞാൻ ഡീലർഷിപ്പ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ കൊടുക്കില്ലായിരുന്നു. എനിക്കും മനസ്സിലായി സച്ചി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്ക് സന്തോഷമായി. സച്ചി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞു. അതെ, ഈ സത്യസന്ധത എന്നും കാത്തു സൂക്ഷിക്കണം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പൊ 2 കാർ ഉള്ളെന്നല്ലേ പറഞ്ഞേ. അത് നിങ്ങൾക്ക് വളർന്ന് പന്തലിച്ച് ഒരു വലിയൊരു ട്രാവൽ ഏജൻസിയുടെ ഓണർ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പറഞ്ഞോളെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അഭിനന്ദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധിക്ക് സന്തോഷമായി. സുധി വന്ന് അഭിലാഷ് സാറിനോട് പറഞ്ഞു, താങ്ക് യു സാറെന്ന് പറയണം. ആ ശരി ശരി, അതെ എനിക്ക് ഫ്ലൈറ്റിന് സമയമായി, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് സുധി വന്നിട്ട് സച്ചിയോട് പറഞ്ഞു, എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ, നീ എന്തിനാ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു. പിന്നല്ലാതെ എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. എടാ എങ്ങാനും ഈ ഡീലർഷിപ്പ് മുടങ്ങിയായിരുന്നെങ്കിലോ. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, എന്തിനാ സുധിയേട്ടാ സച്ചിയേട്ടൻ വഴക്ക് പറയുന്നത്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. സച്ചിയേട്ടൻ കാരണമല്ലേ ഇപ്പൊ ഈ ഡീലർഷിപ്പ് കിട്ടിയിരിക്കുന്നത്, അല്ലായിരുന്നെങ്കിലോ സുധിയേട്ടൻ ഇത് ഒരു കാരണവശാലും കിട്ടത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. അത് ശ്രുതിക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ രേവതി ഡ്രസ്സൊക്കെ മാറി ബാക്കിയായിട്ട് വരുവാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് ഒന്നു, മാഡം നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ്. ഇതാര്, എന്റെ ഭാര്യയാണല്ലോ എന്ന് പറഞ്ഞു. അല്ല എത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയോന്ന് ചോദിച്ചു. അതെ, സച്ചിയുടെ ഡ്രസ്സ് മാറ്റാത്ത, സച്ചിയോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ മദ്യപിച്ചില്ലേ. അത് പിന്നെ രേവതി എല്ലാരും കൂടെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അഭിലാഷ് സാറും ശ്രീകാന്തും സുധി എല്ലാരും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ മദ്യപിച്ച, അവരൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വീട്ടിലേക്ക് വാ, ഇന്ന് അച്ഛന്റെ വക എന്താണെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയം സച്ചി പറഞ്ഞു, അതെ ഞാൻ അഭിലാഷ് സാറിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്താ? അതല്ല, ഇതൊക്കെ വെറുതെ സെറ്റപ്പ് മാത്രമാണ്, നമ്മുടെ അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയണം. ഞാൻ വലിയ ട്രാവൽ ഏജൻസിയുടെ ഓണറൊന്നും അല്ലെന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞു. സത്യമാണോ പറയണമെന്ന് ചോദിച്ചു. അതേനെ, സത്യസന്ധതയ്ക്ക് എന്താണെങ്കിലും ആ ലീഡർഷിപ്പ് സുധിക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു സന്തോഷമൊക്കെ ആയി. രേവതി പറഞ്ഞു, ഇപ്പോഴും എനിക്കൊരു ആശ്വാസമായത്, കള്ളത്തരത്തിലൂടെ ആണല്ലോ ഈ ഡീലർഷിപ്പ് എടുത്തതെന്ന് ഓർത്തുകൊണ്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രുതിയെയും പിടിച്ചോണ്ട് ശ്രുതി വരുവാണ്. ശ്രുതി നേരെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ ശ്രുതി, കുടിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതേ അവസ്ഥ തന്നെ വർഷയുടെ. വർഷ ശ്രീകാന്തിനെ പിടിച്ചിരിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, ഇവിടെ മൊത്തം കറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ കറക്കം ഞാൻ തീർക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവർ ലിഫ്റ്റിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ തോളത്തേക്ക് ചാരി നിൽക്കുക. അതുപോലെ തന്നെ ശ്രുതിയുടെ. ആ സമയം സച്ചി വന്നിട്ട് രേവതിയോട് പറഞ്ഞു, ഞാൻ നിന്റെ തോളത്ത് ചാരട്ടെ എന്ന് ചോദിച്ചു. എന്തിന്? കണ്ടില്ലേ എല്ലാരും ചാരി നിൽക്കുന്നേ. അതെ, സച്ചിയാണ് ഇപ്പൊ സ്റ്റഡിയായിട്ട് അങ്ങോട്ട് നിന്നാ മതി എന്ന് പറഞ്ഞു. ഒടുവില് ലിഫ്റ്റ് വന്നു. ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കയറണം. അപ്പൊ 3 പേരും നല്ല ഫിറ്റാ. 3 പേരെ അവരുടെ ഭാര്യമാർ ചേർത്ത് പിടിച്ചിരിക്കുവാണ്. ലിഫ്റ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഇങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ മയങ്ങുന്ന പോലെ നിൽക്കുകയാണ്. ആ സമയം ശ്രുതിക്ക് ഒരു പ്ലാൻ തോന്നി. ശ്രുതി ഓർത്തു, അടിച്ചു മാറ്റിയല്ലോ ഫോണ്. സച്ചിയുടെ പാൻറ്റിന്റെ പോക്കറ്റ് ഫോണുണ്ട്. ശ്രുതി പെട്ടെന്ന് സച്ചിയുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്തു. എന്നിട്ടോ അത് നേരെ ശ്രുതിയുടെ പാൻറ്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുകയാണ്. കാരണം തൻ്റെ കൈ ഫോൺ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. പക്ഷെ സച്ചു രേവതി ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മീര വെച്ചു, എടി എന്താടി ഇനിയിപ്പോൾ ഫോൺ എടുക്കാൻ എന്ത് ചെയ്യും? ഫോണൊക്കെ ഓൾറെഡി എടുത്തെന്ന് പറഞ്ഞു. എവിടെ? എൻ്റെ കയ്യിലില്ല, അതെടുത്ത് ഞാൻ സുധിയുടെ പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിയുമ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവരങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.